ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ബിരിയാണിയാണ്. ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ബീഫിൻ്റെ കാലാണ്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബീഫ് ഷാങ്ക് എന്ന് പറഞ്ഞൊരു പീസാണ്. ഈ പീസ് ബീഫിൻ്റെ മുട്ടിന് മുകളിലായിട്ട് എല്ലോട് കൂടി വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുന്ന ഒരു പീസാണ്. ഈ പീസിൻ്റെ നടുക്കായിട്ട് മജ്ജയുണ്ട്. പീസ് വെച്ച് ബിരിയാണി ഉണ്ടാക്കാൻ നല്ലതാണ്. ഇതുപോലത്തെ ഒരു 5 പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് സാധാരണ മുറിക്കുന്നതിലും കുറച്ച് വലുതായിട്ടാണ് ഞാൻ ബിരിയാണിക്ക് മുറിക്കുന്നത്. എല്ലിൽ നിന്ന് ഞാൻ എല്ലാ ഇറച്ചിയും മുറിച്ചെടുക്കുന്നുണ്ട്. മജ്ജയ്ക്ക് അധികം വേവില്ലാത്തതുകൊണ്ട് നമ്മൾ എല്ല് ഏറ്റവും ലാസ്റ്റേ ഇടത്തുള്ളൂ. അതുകൊണ്ട് ബാക്കി എല്ലാ ഇറച്ചിയും നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കണം. ഇതിനി ആദ്യമേ ഉപ്പും വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് തിരുമ്മി കഴുകിയതിന് ശേഷം 3-4 പ്രാവശ്യം വീണ്ടും നല്ല വെള്ളം ഒഴിച്ച് വീണ്ടും കഴുകിയെടുക്കണം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് തിരുമ്മി ഒരു മിനിമം 2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാൻ വേണമെങ്കിലും വെക്കാം. ഞാൻ സാധാരണ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാനാണ് വെക്കാറ്. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയുള്ള റൈസ് ഉണ്ടാക്കാം. ഞാനിവിടെ 4 കപ്പ് റൈസ് 2ആയിട്ടാണ് കുക്കറിൽ വേവിക്കുന്നത്. 4 കപ്പ് റൈസ് ഏകദേശം 6 പേർക്ക് കഴിക്കാനുണ്ടാവും. ഞാനെപ്പോഴും 2.5 കപ്പിൽ കൂടുതൽ റൈസ് എടുക്കുകയാണെങ്കിൽ 2ആയിട്ടാണ് കുക്കറിൽ വേവിക്കാറ്. കപ്പി കൂടുതൽ ഒരു പ്രാവശ്യം ഒറ്റയടിക്ക് വേവിച്ച് കഴിഞ്ഞാൽ അത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാനിവിടെ 2 കപ്പ് റൈസ് 3-4 പ്രാവശ്യം കഴുകി എടുത്തിരിക്കുകയാണ്. ഞാൻ എപ്പോഴും റൈസ് ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. റൈസിൻ്റെ ഫ്രഷ്നെസ് ഒന്നും പോകാതെ കറക്റ്റ് വേവി കിട്ടാൻ വേണ്ടിയാണ് ഞാനിത് കുക്കറിൽ തന്നെ വേവിക്കുന്നത്. കുക്കർ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീയോ ബട്ടറോ നമുക്ക് ഒഴിക്കാം. ഗീ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 4 ഏലക്കയും ഒരു 3 ഗ്രാമ്പുവും ഒരു 2 ചെറിയ കറുവാപ്പട്ടയും ഒരു ചെറിയ ജാതിപത്രയും ഒരു ബേ ലീഫും കൂടി ഇടാം. മസാല മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് കൂടിയാലോ കുറഞ്ഞാലോ കുഴപ്പമില്ല. ഇതിന് ശേഷം നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കർ അടച്ച് മീഡിയം ടെമ്പറേച്ചറിൽ, അതായത് ഏകദേശം ടെമ്പറേച്ചർ 5-ൽ സെറ്റ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മുകളിൽ കൂടി ആവി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഒരു കാരണവശാലും തീ കുറച്ച് വെക്കരുത്. തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ആവി വരുന്നതിന് മുമ്പേ വെള്ളം ഒത്തിരി കുറഞ്ഞു പോകും. അതുകാരം വേവ് ശരിയാവില്ല. അതുകൊണ്ട് എപ്പോഴും ടെമ്പറേച്ചർ മീഡിയത്തിന് മുകളിൽ തന്നെ വെക്കണം. നന്നായിട്ട് ആവി വന്ന ശേഷം നമുക്ക് വെയിറ്റ് ഇട്ടിട്ട് തീ ഓഫ് ചെയ്യാം. ഒരു 5 to 8 മിനിറ്റ്സിൽ ഇതിൻ്റെ ആവി പോവും. അപ്പോൾ നമുക്കിത് തുറന്ന് നന്നായിട്ട് ഇളക്കി വീണ്ടും നമുക്ക് വെയിറ്റ് ഇട്ട് അടച്ചു വെക്കാം. ഇങ്ങനെ ഇളക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മുകളിലത്തെ റൈസിനും താഴത്തെ റൈസും ഒരേപോലെ വേവ് വരാൻ വേണ്ടിയാണ്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് റൈസ് മാറ്റാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 2 കപ്പ് റൈസും കൂടി ഇതേ രീതിയിൽ തന്നെ വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ബീഫ് വേവിക്കാൻ വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും എല്ലാം എടുക്കാം. ഞാനിവിടെ അരയ്ക്കാൻ എടുത്തിരിക്കുന്നത് ഒരു 7 വലിയ വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 5 നല്ല എരിവുള്ള പച്ചമുളകുമാണ്. ഇത് നമുക്ക് ക്ലീൻ ചെയ്ത് ചെറിയ ജാറിൽ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് ആദ്യമേ ഒന്ന് ചതച്ചെടുത്തിട്ട് ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വീണ്ടും അരച്ചെടുക്കാം. ഞാൻ കറിക്കായിട്ട് എടുത്തിരിക്കുന്നത് വലിയൊരു സവോളയാണ്. ഇത് മീഡിയം സൈസ് ആണെങ്കിൽ ഒരു 1.5 സവോള മതി. ഇത് നമുക്ക് ഇനി നീളത്തിൽ അരിയാം. ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. ഇത് ഞാൻ ചെറുതായിട്ടാണ് അരിയുന്നത്. ബിരിയാണിക്ക് അത് ഒത്തിരി വലിയ ഇലയായിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് ചെറുതായിട്ട് അരിയുന്നത്. ഇനി പുളിക്കായിട്ടൊരു മീഡിയം സൈസ് തക്കാളി എടുക്കാം. ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഞാൻ ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഇരുമ്പ് ചീനിച്ചട്ടിയാണ്. ഇത് പാത്രം ചൂടായി കഴിയുമ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് വഴറ്റാം. ഇതൊരു മീഡിയം ടെമ്പറേച്ചറിൽ നമുക്ക് ഒരു 5 മിനിറ്റ് വഴറ്റാം. സവോള ചെറുതായിട്ട് വഴറ്റി കഴിയുമ്പോൾ നമുക്കതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പച്ചമുളകിൻ്റെയും ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയും പേസ്റ്റ് ചേർക്കാം. ഇതൊരു മീഡിയം ലോ ടെമ്പറേച്ചറിൽ നമുക്ക് ഒരു 3-4 മിനിറ്റ് വഴറ്റാം. ഇത് ഒത്തിരി നേരം വഴറ്റേണ്ട ആവശ്യമില്ല. ഇത് ബീഫിൽ കിടന്ന് ഇനിയും നന്നായിട്ട് വേവാനുള്ളതായതുകൊണ്ട് ഇത് നമുക്ക് ഒരു കുറച്ച് നേരം വഴറ്റിയാൽ മതി. ഓൾറെഡി അരച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊരു 3 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇത് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്ത് ഒരു മീഡിയം ടെമ്പറേച്ചറിൽ നമുക്ക് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്തൊന്ന് ഇളക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയും പേസ്റ്റ് എടുത്തു വെച്ചിരുന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് കലക്കി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. കളി വെന്തുടഞ്ഞു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് നന്നായിട്ട് ഇളക്കി
യോജിപ്പിക്കാം. ഇതിൽ നിന്ന് മജ്ജയുള്ള എല്ലും കഷ്ണങ്ങൾ എടുത്ത് മാറ്റണം. മജ്ജയ്ക്ക് അധികം വേവില്ലാത്തത് കൊണ്ട് ഏറ്റവും അവസാനം ഇടുന്നതാണ് നല്ലത്. ഇതിന് മീഡിയം ലോ ടെമ്പറേച്ചറിൽ അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതൊരു 5-6 മിനിറ്റ് ഇടവിട്ട് ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ഒത്തിരി ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ ഇടരുത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം പറ്റിപ്പോവും. അതുകൊണ്ട് എപ്പോഴും ലോ ടെമ്പറേച്ചറിൽ കുറേ നേരം ഇട്ടിട്ട് പിന്നെ കുറേ കഴിയുമ്പോൾ പിന്നെ ഒരു മീഡിയം ടെമ്പറേച്ചറിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. ഇടയ്ക്ക് ബീഫ് വെന്തോന്ന് ചെക്ക് ചെയ്യണം. വെന്തില്ല, വെള്ളം വറ്റിപ്പോയെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വീണ്ടും അടച്ചു വെച്ച് വേവിക്കണം. ഈ എല്ലുള്ള ഇറച്ചികൾ നമ്മൾ കുക്ക് ചെയ്യുമ്പം നോൺ സ്റ്റിക്ക് കുക്ക് ആയിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ നോൺ സ്റ്റിക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പോറൽ വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്റ്റീലോ ഇരുമ്പ് ചീനിച്ചട്ടിയൊക്കെയാണ് എല്ലുള്ള ഇറച്ചികൾ കുക്ക് ചെയ്യുമ്പോൾ നല്ലത്. ഇത് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 1.5 മണിക്കൂറായി. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മജ്ജ കൂടി ചേർത്ത് ഒരു 10 മിനിറ്റും കൂടി ഒന്ന് വേവിക്കാം. എല്ല് ചെറിയ കട്ടിങ് ആയതുകൊണ്ട് ഇതിനുള്ളിലെ മജ്ജ പെട്ടെന്ന് വേവും. അതുകൊണ്ടാണ് ഇത് ഏറ്റവും അവസാനം ചേർക്കുന്നത്. ഇങ്ങനെ വേവിക്കുമ്പോൾ വെന്ത് വരാൻ കുറച്ച് സമയമെടുക്കും. ഇനിയിപ്പം പെട്ടെന്ന് വേവിച്ചെടുക്കേണ്ടവർക്കാണെങ്കിൽ കുക്കറി വെച്ചിട്ട് ഒരു വിസിൽ അടുപ്പിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇങ്ങനെ വേവിക്കുന്നതിനും അതിൻ്റേതായ ഒരു ടേസ്റ്റ് കൂടുതലുണ്ടാവും. ഇതിന് കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുവാണ്. ഇനി ഇതിലേക്ക് മൂപ്പിച്ചേർക്കാനുള്ള ഉള്ളി എടുക്കാം. ഒരു 3 വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു പാത്രം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് വഴറ്റാം. ഉള്ളിക്ക് പകരം വേണമെങ്കിൽ സവോളയാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഉള്ളി മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് ഇറച്ചിയിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ കറിക്ക് മീഡിയം എരിവേ ഉള്ളൂ. നല്ല എരിവ് വേണ്ടവർ 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കണം. ഇതിനിപ്പോൾ ആവശ്യത്തിന് ഗ്രേവി ഉണ്ട്. നമ്മൾ ഒത്തിരി ഗ്രേവി പറ്റിക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദം ചെയ്യുമ്പം അടിയിൽ ഗ്രേവി വേണം, അല്ലെങ്കിൽ അത് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ലെയർ ചെയ്യാനുള്ള ബസ്മതി റൈസ് റെഡിയാക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാത്രം ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇതിലേക്ക് ഒരു പകുതി ചോറിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പം ചോറയിലെല്ലാം നന്നായിട്ട് നെയ്യ് പിടിക്കുകയും ചെയ്യും. പിന്നെ റൈസ് എല്ലാം വിട്ട് വരികയും ചെയ്യും. നമ്മൾ ലെയർ ചെയ്യുമ്പോൾ നെയ്യ് ഒഴിക്കുന്നേക്കാൾ നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഒരു പ്രാവശ്യവും കൂടി നെയ്യ് ഒഴിച്ച് ബാക്കി ചോറും കൂടി വഴറ്റിയെടുക്കണം. ഒരു 1/4 കപ്പ് പാല് ചൂടാക്കി അതിൽ കുറച്ച് കുങ്കുമപ്പൂ ഇട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഞാനിവിടെ ദം ചെയ്യാൻ എടുത്തിരിക്കുന്ന ഒരു പരന്ന പാത്രമാണ്. ഇതിലെ താഴത്തെ ലെയർ നമുക്ക് ഗ്രേവിയും കുറച്ച് ബീഫും കൂടി ഇട്ട് നമുക്ക് ലെയർ ചെയ്യാം. ഇതിൽ ഗ്രേവി താഴെ വരണം. ഗ്രേവി താഴെ വന്നില്ലെങ്കിൽ അത് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം ഗ്രേവി താഴെ ഇടാൻ ശ്രമിക്കണം. ഒരു ലെയർ ചോറ് ഇട്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂവും വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും നട്ട്സും ഇട്ട് വീണ്ടും ഒരു ചെറിയ ലെയർ ചോറും കൂടി നിരത്തുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇറച്ചിയും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ചോറും കൂടി ലെയർ ചെയ്ത് ഇനി ഇതിൻ്റെ മുകളിൽ കലക്കി വെച്ചിരിക്കുന്ന കുങ്കുമപ്പൂവും വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും നട്ട്സും കൂടി ചേർത്ത് നമുക്ക് ലെയർ ചെയ്യാം. ചെറുതായിട്ട് നനച്ച കിച്ചൺ ടിഷ്യൂവോ അല്ലെങ്കിൽ ചെറുതായിട്ട് നനച്ച ഒരു തുണിയോ ഇതിന് ചുറ്റും വെച്ചിട്ട് അടച്ച് നമുക്ക് ദം ചെയ്യാനായിട്ട് അടുപ്പിൻ്റെ മുകളിൽ വെച്ച് ചൂടാക്കിയ ഒരു ദോശക്കല്ലിലേക്ക് നമുക്ക് ഇത് വെക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ്. ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് വേണം പാത്രം എടുത്ത് വെക്കാനായിട്ട്. ഇതിനി നന്നായിട്ട് സീൽ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു നല്ലൊരു കല്ല് വെച്ചാൽ മതി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ ഉള്ളിയൊക്കെ ചതയ്ക്കാൻ ഉപയോഗിക്കുന്ന കല്ലാണ്. ഇനി ഇതൊരു 45 മിനിറ്റ്സ് ലോ ടെമ്പറേച്ചറിൽ നമുക്ക് ദം ചെയ്യാം. ഓവനുള്ളൊരു 350 ഫാരൻഹൈറ്റിൽ ഒരു 45 മിനിറ്റ്സ് ബേക്ക് ചെയ്താൽ മതി. ഇതൊരു 45 മിനിറ്റ്സ് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് തീ ഓഫാക്കിയിട്ട് ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിലെ ആവി ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് നിൽക്കാൻ വേണ്ടിയാണ് ഈ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യുന്നത്. ദം ചെയ്യുമ്പോൾ അലുമിനിയം ഫോയിൽ യൂസ് ചെയ്യുന്നവർ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിലും ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻ ബേക്കിംഗ് പേപ്പറാണ്. നമുക്കിനി ഇത് ഒരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. നല്ലതാ. ആണോ? ശരിക്കും ഭയങ്കര നല്ലതാ. ഓക്കെ.
എൻ്റെ അമ്മയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കില്ല. ബൈ. ഓക്കെ, ഈ ബെല്ലൈക്കൺ എന്നാ ചെയ്യണേ? ഈ ബെല്ലൈക്കൺ എന്തിനാ യൂസ് ചെയ്യുന്നത്? So you can see the new videos. It'll tell you that the new videos are good. മലയാളത്തിൽ പറയാൻ പറ്റില്ല? അതെ. അതെ. മലയാളത്തിൽ പറ. മലയാളത്തിൽ പറ. Bell icon use ചെയ്യാൻ bell icon use ചെയ്യാൻ അമ്മയുടെ new videos കാണാം. എന്നിട്ട് പറയും അതാണ്. അതാണോ? അതാണ്. അതാണ്. Yummy.